നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര നാളാണല്ലോ. തിരുവാതിര പ്രമാണിച്ച് ഞാൻ ഇന്നലെ എൻ്റെ റെസിപ്പിയായിട്ട് ഞാനൊരു തിരുവാതിരക്കളി, തമിഴ്നാട്ടിലൊക്കെ പ്രസിദ്ധമായ തിരുവാതിരക്കളി, ഒരു സ്വീറ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ തയ്യാറാക്കാറുള്ള തിരുവാതിര പുഴുക്ക്, അതാണ് കാണിക്കുന്നത്. ഇത് എല്ലാത്തരം കിഴങ്ങുകളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. ഇത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുക്കണം, നല്ലതാണ്. ആരോഗ്യപ്രദമായ ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവാതിര ദിന ആശംസകൾ. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കാച്ചിലെടുത്തിട്ടുണ്ട്. ഇതാണ് കാച്ചിൽ. പിന്നെ പാൽച്ചേമ്പ്, മരിച്ചീനി, മധുരക്കിഴങ്ങ്, ഇത് നനകിഴങ്ങാണ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു മുള്ളു പോലെ ഇരിക്കും, അതാണ് ഈ നനകിഴങ്ങ്. പിന്നെ ഞാൻ കൂർക്ക ഇല്ലാത്തതുകൊണ്ട് കൂവക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഏത്തക്ക, ചേന, ഒരു ചെറിയ കഷ്ണം ചേന, ഇത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. മുഴുവനും എടുക്കുന്നില്ല, ഇത്രയും ഇതിലേക്ക് പകുതി വീതമേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ അത് കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആ കാച്ചിലും ചേമ്പൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിടാം. പക്ഷേ ചേനയും നനകിഴങ്ങും ഒക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് ചിലപ്പോൾ വെന്തില്ല എന്ന് വരും. അതുകൊണ്ട് നനകിഴങ്ങും ചേനയൊക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഏത്തക്ക പ്രത്യേകമാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. വെള്ളത്തിൽ കറയുള്ളതാണല്ലോ, അതുകൊണ്ട് പ്രത്യേകം കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. കൂട്ടത്തിൽ നമുക്ക് പയറെടുത്തിട്ടുള്ളൂ, വൻപയർ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് വൻപയറൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം കുതിർത്തതിന് ശേഷമാണ് വേവിക്കുന്നത്. ഇത് ഏത്തക്ക ഞാൻ പ്രത്യേകം അരിഞ്ഞിട്ടതാണ്. ഇനി നമുക്കിതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. കിഴങ്ങെല്ലാം കൂടെ ആദ്യം ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. കുക്കറിലായതുകൊണ്ട് ഉപ്പ് ചേർത്താലും എല്ലാം വെന്തോളും. എനിക്കിപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു 4 വിസിൽ കേൾക്കുമ്പോഴാണ് ഈ കിഴങ്ങെല്ലാം വെന്ത് കിട്ടുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളുക. പയറും അതുപോലെ ഞാനൊരു ചെറിയ കുക്കറിലൊന്ന് വേവിച്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലിട്ടാൽ ചിലപ്പോൾ വെന്തില്ലെങ്കിലും ഒന്ന് കരുതിയേ പ്രത്യേകം വേവിച്ചാണ് എടുക്കുന്നത്. അതും എനിക്കൊരു 5 വിസിൽ ഇട്ട ശേഷമാണ് എനിക്ക് ആ പയറൊന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കിഴങ്ങും പയറും ഒക്കെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പയറിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വിസിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ വിസിലിട്ട വേവുന്നത് അതനുസരിച്ച് വേവിച്ചെടുത്തുകൊള്ളുക. നമ്മുടെ കിഴങ്ങും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കിഴങ്ങ് എനിക്ക് 4 വിസിൽ കേട്ടപ്പോഴേക്കും ഈ തരത്തിൽ വെന്ത് കിട്ടി. അതാ കാച്ചിലും ചേമ്പൊക്കെ നല്ലപോലെ അങ്ങ് വെന്തിട്ടുണ്ട്. ഏത്തക്കായും നനകിഴങ്ങും ഒക്കെ അങ്ങ് വെന്തുടയത്തില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്, പക്ഷെ വെന്തുടഞ്ഞു പോകത്തില്ല. ഇത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഉടയ്ക്കേണ്ട, ഒരുവിധം ഒന്ന് ഉടച്ചെടുക്കണം. അവിടെ ആയിട്ട് കഷ്ണങ്ങൾ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പയറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കിതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല ഫ്രഷായ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒത്തിരി മൂത്ത തേങ്ങയുമല്ല. 1 ടീസ്പൂൺ ജീരകം, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് എടുത്തുകൊള്ളുക. 2 തണ്ട് കറിവേപ്പില. ഇത് ഞാൻ അമ്മിയിലാണ് ഇന്ന് അരച്ചെടുക്കുന്നത്. ഇത് അമ്മിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അമ്മിയിൽ അരച്ചെടുക്കുമ്പോഴായിരിക്കും ആ കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടുക. അതുകൊണ്ടാണ് ഇന്ന് അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങ കൂട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് നല്ലവണ്ണം ഉടച്ച് തവി കൊണ്ട്, അഥവാ ഉടയാതെ വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും തവി കൊണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ആ തേങ്ങ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഇത് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കുറുകി വരുന്ന ഒരു കറിയാണ്. നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും ഇരുന്നും കുറുകി വരും ഇത്. അതുകൊണ്ട് അല്പം വെള്ളം പോലെ തന്നെ, അല്പം ലൂസായിട്ട് തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമ്മി കഴുകി കുറച്ച് വെള്ളം എടുത്തായിരുന്നു, അത് പോരാതെ കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്.
വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക, ഇളക്കി ചേർക്കുക. സമയം നമുക്ക് ആ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ നോക്കിയ ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്രയും തന്നെ അത് മതിയാകും. എന്നാലും നമുക്കിതൊന്ന് നോക്കാം ഉപ്പ് പോരേ എന്നുള്ളത്. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുത്ത് ചേർക്കുക. 1.5 ടീസ്പൂൺ കടുകും ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും വറ്റൽമുളക്, പിന്നെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാൻ തിരികെ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂണോളം ചേർത്താലും നല്ലതാണ്. ഒന്ന് ചുമക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരിയും കരിഞ്ഞു പോകരുത്. ഒരുവിധം ഒന്ന് ചുവന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. അത് നല്ലൊരു മണവും രുചിയും കൊടുക്കും. ഞാനിന്ന് പക്ഷേ ചേർത്തിട്ടില്ല. എരിശ്ശേരിയൊക്കെ ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളുക. പിന്നെ നിറയെ കറിവേപ്പിലയും ചേർക്കുക. കറിവേപ്പിലയുടെ മണവും രുചിയും നല്ലതാണ്. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. കടുക് വറുത്തത് നമുക്കിതിലേക്ക്, തേങ്ങയെല്ലാം നല്ലവണ്ണം മൂത്ത്, ഇത്രയും മൂത്താൽ മതിയാവും. ഒത്തിരി മൂത്ത് പോയാൽ കരിഞ്ഞു പോയാൽ ആ സ്വാദങ്ങ് മാറിപ്പോവും. ഇത് ഓഫ് ചെയ്ത് ഞാൻ ഇപ്പോൾ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ചേർക്കാം. ഒത്തിരി അങ്ങ് ഇളക്കി ചേർക്കേണ്ട. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് മുഴുവനും ഒന്ന് ഇളക്കി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ എരിശ്ശേരി അവിടെ സൂപ്പറായിട്ട് കടുക് വറുത്തതൊക്കെ അതിൽ നല്ലവണ്ണം അതിൻ്റെ ആ മണമെല്ലാം അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഇനി ഇളക്കി ചേർക്കുക. ഇപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മുഴുവനുമായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ വളരെ ടേസ്റ്റിയായ ഒരു പുഴുക്കാണ് നമുക്കിവിടെ റെഡിയായിട്ടുള്ളത്. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്വാദിഷ്ടമായ നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കുക. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ചേർന്നിട്ടുള്ളതല്ലേ. കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകം ഒന്നും കൊടുത്താലൊന്നും അവരിത് കഴിക്കത്തില്ല. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് അവരെ കഴിപ്പിക്കുക. എന്നുവെച്ചാൽ നല്ലതാണിത്. എല്ലാ കിഴങ്ങിൻ്റെയും നമുക്ക് ആരോഗ്യപ്രദമായ ഒരു കറിയാണ്. ശരിക്കും വളരെ ആരോഗ്യപ്രദമായ ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഇതേ രീതിയിൽ നിറയെ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് തയ്യാറാക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ധനുമാസത്തിലെ തിരുവാതിര ദിനമായ ഇന്ന് വീണ്ടും ഞാൻ എല്ലാവർക്കും തിരുവാതിര ദിന ആശംസകൾ നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.